നിങ്ങൾക്ക് സൈനസൈറ്റിസ് വീണ്ടും വീണ്ടും വരാറുണ്ടോ? സൈനസൈറ്റിസ് ഒഴിവാക്കാൻ ചെയ്യേണ്ട 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ജലദോഷം വന്നു കഴിഞ്ഞാൽ മൂക്കടപ്പ് ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അത് അധിക ദിവസം നിൽക്കാൻ സമ്മതിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരികയും കഫം കെട്ടി നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് സലൈൻ നേസൽ ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സലൈൻ സ്പ്രേ യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ കഫം അലിയിച്ച് കളയേണ്ടതാണ്. ഇങ്ങനെ മൂക്ക് വൃത്തിയാക്കുന്ന സമയത്ത് ഒരിക്കലും നേരിട്ട് പൈപ്പിലെ വെള്ളം ഉപയോഗിക്കരുത്. അതിന് പകരം നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മാത്രം ഇത് ചെയ്യുക. വീട് വൃത്തിയാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊടി ഉള്ള സ്ഥലത്ത് നിങ്ങൾ പോകുന്ന സമയത്ത് മാസ്ക് നിർബന്ധമായും ധരിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ വീട്ടിലെ ബെഡ്ഷീറ്റ് ആണെങ്കിലും പില്ലോ കവേഴ്സ് ആണെങ്കിലും റെഗുലറായിട്ട് വാഷ് ചെയ്യുന്നത് ശീലമാക്കുക. വീട്ടിലെ പുക ഒപ്പം ഈ കൊതുകുതിരിയുടെ പുക, ഫ്രഷ്നേഴ്സിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ വരുന്ന സമയത്ത്, അതിൻ്റെ സ്മെല്ല് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മൂക്കടപ്പ് വരുന്നുണ്ടെങ്കിൽ അത് കഴിയുന്നത് നിങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തെ കാര്യം, നന്നായിട്ട് വെള്ളം കുടിക്കുക. ജലദോഷമോ മൂക്കടപ്പോ നിൽക്കുന്ന സമയത്ത് ദിവസം ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ നിർബന്ധമായും ശ്രദ്ധിക്കുക. വെള്ളം നന്നായി കുടിക്കുന്നതിനൊപ്പം ഈ കട്ടിയായിട്ടുള്ള കഫം ലൂസായിട്ട് പോകാൻ വേണ്ടിയിട്ട് ബോഡി ഇതിനെ സഹായിക്കും. AC-ൻ്റെ താഴത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായും എഫേർട്ട് എടുത്ത് തന്നെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, മൂക്കിൽ നിന്ന് വരുന്ന ഡിസ്ചാർജിൻ്റെ നിറം ഒരു മഞ്ഞയോ പച്ചയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ സ്വന്തം ഡയഗ്നോസ് ചെയ്തൊരു ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ച് ആൻറ്റിബയോട്ടിക്സ് ഒന്നും എടുക്കാതിരിക്കുക. കാരണം പലപ്പോഴും കുറച്ച് ദിവസങ്ങൾ ഉള്ളിൽ നിൽക്കുന്ന കട്ടിയായിട്ടുള്ള കഫത്തിൻ്റെ കളർ ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. 10 ദിവസമായിട്ടും സൈനസ് കുറയുക പിന്നെ കൂടുക അല്ലെങ്കിൽ കൂടി തന്നെ നിൽക്കുക എന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിർബന്ധമായും ഡോക്ടറെ കാണേണ്ടതും മെഡിസിൻ എടുക്കേണ്ടതുമാണ്. വിട്ട് ഇങ്ങനെ സൈനസൈറ്റിസ് വരികയാണെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കുക. പലപ്പോഴും അലർജി ആയിരിക്കാം, നെയ്സൽ പോളിപ്പായിരിക്കും, അല്ലെങ്കിൽ DNS മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവായിരിക്കാം. ഇത് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് മെഡിസിൻ എടുക്കുക. സൈനസൈറ്റിസ് വന്ന് മൂക്ക് അടഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ആ വീഡിയോ കാണാൻ വേണ്ടി ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. മൂക്കടപ്പ് എപ്പോഴും നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.